ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ കസിൻ ബ്രദറിൻ്റെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനും ഹൈസൽമോനും ഇന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഇതേ നമ്മുടെ ഹൈറക്കുട്ടിയുടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ഇന്ന് പോണത്. അപ്പോൾ നമ്മൾ പോണത് ബോൾഗാട്ടി പാലസിലോട്ടാണ് പോണത്. അവിടെ വെച്ചാണ് ഫംഗ്ഷൻ വന്നിട്ട്. അപ്പോൾ നമ്മളിത് ഈ കണ്ടെയ്നർ റോഡ് ആ ഒരു ഏരിയയിൽ കൂടെയാണ് പോണത്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റൽ വന്നിട്ട് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആ ഭാഗത്ത് നമ്മൾ ആ വഴി കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഗ്രാൻഡ് ഹയാത്തിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയുള്ള വഴി കൂടെയാണ് പോണത്. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ബോൾഗാട്ടി പാലസിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. മെയിൻ എൻട്രൻസിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് അകത്തേക്ക് കയറാം. എന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ബോൾഗാട്ടി ഇവൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കണേൻ്റെ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് സെറ്റ് ആയാലും നമുക്ക് കയറുന്ന എൻട്രി തന്നെയായാലും നല്ലൊരു ഭംഗിയിലാണ് അവരെല്ലാം അറേഞ്ചാക്കി സെറ്റാക്കി വെച്ചേക്കുന്നത്. പിന്നെ അവിടെ ചെന്ന് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കുറേ ഡ്രിങ്ക്സുകൾ ഉണ്ടായിരുന്നു, പല പല വെറൈറ്റി ആയിട്ടുള്ളത്. അതെല്ലാം നമ്മൾ കുടിച്ചു. പിന്നെ നമുക്ക് സ്നാക്സ് ആയിട്ട് അവിടെ ചിക്കൻ നഗറ്റ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നമ്മൾ ഹോളിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം ആ ഹോളിൻ്റെ ഫുള്ളും ഒരു റെഡ് കളർ വെച്ചാണ് അവർ ഫുള്ള് ഡെക്കോർ ചെയ്തേക്കുന്നത്. എല്ലാവരും കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, അവരെയൊക്കെ പരിചയപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ലൊരു വൈബും ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ഇതിൽ നമ്മളിരിക്കും. നമ്മുടെ ഹൈസൽമോനെ ഹസ്ബൻഡ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനത്തെ കുറേ സെറ്റപ്പ് ഉണ്ടായിരുന്നു. വയലിൻ വായിക്കൽ അങ്ങനത്തെ കുറേ പരിപാടികളും കാര്യങ്ങളും. അവരോട് ഫാമിലി ഫോട്ടോസ് എടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ഹസ്ബൻഡും കൂടെ ചെറിയ വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ ഹൈസൽമോനാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അവരോട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിൻ്റെ കാര്യത്തിൽ ചെന്ന് പറയാതിരിക്കാൻ വയ്യ. ബീഫ് ബിരിയാണി, ചിക്കൻ മധൂത്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം, ഗുലാബ് ജാം, ഡെസേർട്ട്, അങ്ങനെ പല പല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ബാക്ക് വശമായിട്ട് വരും ഒരു കായലാണ്. കായലിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഹോൾ വന്നേക്കുന്നത്. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയും ചെറിയ വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ നമ്മൾ എല്ലാം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോണത് നമ്മുടെ എറണാകുളത്തുള്ള ക്യൂൻസ് വേയുടെ ആ വഴി കൂടെ പോണത്. അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ ഏരിയ ആണല്ലോ അത് ഫുള്ള്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ ഏരിയയൊക്കെ. അപ്പോൾ ഐ ലവ് യു കൊച്ചി എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കണതിൻ്റെ അവിടെ നല്ല ഫോട്ടോ എടുക്കാൻ തന്നെയായിട്ട് പിള്ളേരാണെങ്കിലൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും കയറില്ല, നമ്മൾ പോയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.